ഈ ഓസ്ട്രേലിയയിൽ നമുക്ക് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതൊരു സ്ട്രാറ്റജി ഇല്ലാണ്ട് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നീട് കൂടുതൽ ഇഷ്യൂസിലോട്ടാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രാറ്റജീസ് പറയും. അതിനൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. എന്തൊക്കെയാണ് നിങ്ങളുടെ ആൻസേഴ്സ്, എന്താണ് ഈ ക്വസ്റ്റൻസ് ഒക്കെ, എന്താണ് നിങ്ങളുടെ ആൻസേഴ്സ് എന്നുള്ള അനലൈസ് ചെയ്യുക. അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചിന്തിക്കുക. അതിൽ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ യു. അതായത് ക്യാപിറ്റൽ ഗെയിൻ ആണോ അതോ നമുക്ക് റെൻ്റ് ആണോ, റെൻ്റ് വെച്ചിട്ടുള്ള ക്യാഷ് ഫ്ലോ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിലേതാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്നുള്ളത് ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ റിസ്ക് ടോളറൻസ് ആണ്. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ലോണാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആർ യു കംഫർട്ടബിൾ പേയിങ് ദ റീപേയ്മെൻറ്റ്. പിന്നെ നമ്മൾ ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ റെൻറ്റ് കിട്ടുന്നതിന് പുറമേ നമ്മൾ ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഉണ്ടാവും ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ അത്ര എമൗണ്ട് അത് നിങ്ങൾ തിരിച്ചടയ്ക്കാൻ നിങ്ങൾ ഓക്കെ ആണോ, അത് എത്ര എമൗണ്ട് വരും എന്നൊക്കെ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ അസസിങ് യുവർ ഫിനാൻഷ്യൽ കപ്പാസിറ്റി. അതായത് എത്ര വിലയുടെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് റിയലിസ്റ്റിക്കലി അഫോർഡ് ചെയ്യാൻ പറ്റുക. ആ റേറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു റീപേയ്മെൻറ്റ് എമൗണ്ട് വരുന്നതും നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഒരു മെട്രോ സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് താല്പര്യം, അല്ലെങ്കിൽ ഒരു റീജിയണൽ സിറ്റിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ് താല്പര്യം. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ പ്രോപ്പർട്ടി ടൈപ്സിലോട്ട് വരുമ്പോൾ നിങ്ങളൊരു റെസിഡൻഷ്യൽ ആണോ നോക്കുന്നത്, കൊമേഴ്ഷ്യൽ ആണോ, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിച്ച് റിനോവേറ്റ് ചെയ്തിട്ട് ഫ്ലിപ്പ് ചെയ്യുന്ന പറയും അതിന് പ്രോപ്പർട്ടി അങ്ങനെ സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്നുള്ളതിനെ പറ്റി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി നമ്മൾ പർച്ചേസ് ചെയ്യല്ല, അത് എങ്ങനെയാണ് നമ്മൾ ക്യാഷ് ഔട്ട് ചെയ്യാനോ, നമ്മുടെ ഒരു എക്സിറ്റ് പ്ലാൻ എന്താണ്. പ്രോപ്പർട്ടി നമ്മളൊരു 5 years കഴിയുമ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി സെല് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് കിട്ടുന്ന പ്രോഫിറ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 10 years 20 years അല്ലെങ്കിൽ 30 years പ്രോപ്പർട്ടി നമ്മൾ ഹോൾഡ് ചെയ്ത് ചെയ്യണം, നമ്മൾ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഇത് ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ എക്സിറ്റ് സ്ട്രാറ്റജി എങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഈ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് DM ചെയ്യുക, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.